കേരള സിവിൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രദീപ് കുളങ്ങര എഴുതിയ ഈഴവ ചരിത്രവും ശ്രീനാരായണ ഗുരു എന്ന വഴിവിളക്കും പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. അഡ്വക്കേറ്റ് ചന്ദ്രസേനൻ പ്രൊഫസർ മാലൂർ മുരളീധരന് പുസ്തകം കൈമാറിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു. കേരള സിവിൽ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് പ്രദീപ് കുളങ്ങര എഴുതിയ ഈഴവ ചരിത്രവും ശ്രീനാരായണ ഗുരു എന്ന വഴിവിളക്കും എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം പത്തനംതിട്ട YMCA ഹാളിൽ സംഘടിപ്പിച്ചത്. KG റെജി നളന്തയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് ചന്ദ്രസേനൻ പ്രൊഫസർ മാലൂർ മുരളീധരന് പുസ്തകം കൈമാറിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു. ആധ്യാത്മിക തലത്തെ പറ്റി പറഞ്ഞാൽ, ഗുരുവിന്റെ ദാർശനിക തലങ്ങളെ പറ്റി പറഞ്ഞാൽ ഒരു വാക്കിൽ മഹാകവി രവീന്ദ്രനാഥ് പറയുന്നു. ഞാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളും സഞ്ചരിച്ചിട്ടുണ്ട്, ലോകത്തിന്റെ പക്ഷേ ഇതുപോലെ മഹാഗുരുവിനെ, ഇതുപോലെ യോഗനയനങ്ങളും ഗുരുവിനെ ഞാൻ ഇന്നും വേറൊന്നും കണ്ടിട്ടില്ല എന്ന് രവീന്ദ്രനാഥ് പറഞ്ഞു. യഥാർത്ഥ ഗുരുവിനെയല്ല പലർക്കും വേണ്ടത്, അവരവർക്ക് ഇഷ്ടപ്പെട്ട ശ്രീനാരായണ ഗുരുവിനെ പങ്കിട്ടെടുക്കുന്ന സാമൂഹ്യ സാഹചര്യമാണ് ഇന്നുള്ളതെന്ന് പ്രകാശന ചടങ്ങ് നിർവഹിച്ച ശേഷം നടത്തിയ പ്രഭാഷണത്തിൽ അഡ്വക്കേറ്റ് ചന്ദ്രസേനൻ അഭിപ്രായപ്പെട്ടു. സ്വന്തം തപശക്തി സമൂഹത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനതയ്ക്കായി വിനിയോഗിച്ച ഒരേയൊരു യോഗീവര്യനാണ് ശ്രീനാരായണ ഗുരുവെന്നും അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു. ഉപജാതി സംവരണം അംബേദ്കറാണ് ശരിയെന്ന വിഷയത്തിൽ M ഗീതാനന്ദൻ പ്രഭാഷണം നടത്തി. ഏകലവ്യൻ ബോധി, റോയി മെഴുവേലി, അഡ്വക്കേറ്റ് രതീഷ് കിളിത്തട്ടിൽ, അഡ്വക്കേറ്റ് അൻസാരി, മണ്ണടി മോഹൻ, റെജി ദാമോദരൻ, സജീവ്, പ്രദീപ് കുളങ്ങര, ആര്യ KS തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.